ഗുരുവായൂരിൽ ഹെലിപാഡ് നിർമ്മിക്കുന്നതിനെ ചൊല്ലി കൌൺസിലിൽ തർക്കം. ഒരു മണിക്കൂറോളം നീണ്ട തർക്കത്തിനൊടുവിൽ UDF BJP കൌൺസിലർമാരുടെ വിയോജിപ്പോടെ പദ്ധതി അംഗീകരിച്ചു. കേന്ദ്ര നഗരഭവനകാര്യ മന്ത്രാലയത്തിന്റെ ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയുടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിലാണ് ഹെലിപാഡ് നിർമ്മിക്കുന്നത്. ഇതിനായി 5 കോടി രൂപയുടെ DPR സമർപ്പിക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി കരാറിൽ ഒപ്പിടുന്നതിനും നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതിനാണ് കൌൺസിൽ അനുമതി തേടിയത്. മുരളി അസോസിയേറ്റാണ് ഇതിന് 4,83,80,000 രൂപയുടെ DPR തയ്യാറാക്കിയിട്ടുള്ളത്. കാർ പാർക്കിംഗ് കേന്ദ്രത്തിന് മുകളിൽ ഹെലിപാഡ് നിർമ്മിക്കുന്നതിനെക്കുറിച്ച് വാർഡ് കൌൺസിലർ PM കൃഷ്ണപ്രിയ ആശങ്ക പ്രകടിപ്പിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൌൺസിലിൽ അവതരിപ്പിച്ചതിന് ശേഷം അനുമതി നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് കൌൺസിലർമാർക്ക് മുന്നിൽ DPR അവതരിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് പറഞ്ഞു. കരാറിൽ ഒപ്പിടുന്നത് വൈകിയാൽ പദ്ധതി തുക നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AT ഹംസ, V അനൂപ് എന്നിവർ അറിയിച്ചു. DPR തയ്യാറാക്കാൻ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. എതിർപ്പിനിടയിലും പദ്ധതിക്ക് ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അനുമതി നൽകിയതോടെ UDFും BJPയും വിയോജനം രേഖപ്പെടുത്തുകയായിരുന്നു. നഗരസഭാ പരിധിയിലെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം വാഹനത്തിൽ ചക്കംകണ്ടം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 അജണ്ടകൾ ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. പരിസരവാസികളുടെ എതിർപ്പുള്ളതിനാൽ പദ്ധതി നടപ്പിലാക്കാനാവില്ലെന്ന് വാർഡ് കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷാനി റെജി പറഞ്ഞു. പ്രതിപക്ഷവും ഇതിനെ എതിർത്തു. കഴിഞ്ഞ കൌൺസിലിൽ CPIയുടെ എതിർപ്പിനെ തുടർന്ന് ഭരണസമിതി പിന്മാറിയ പദ്ധതിയാണിത്. അന്ന് പദ്ധതിക്കായി 28 ലക്ഷം രൂപ ചിലവിട്ട് വാങ്ങിയ വാഹനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് മിഷൻ ഡയറക്ടർ നഗരസഭയ്ക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ തെരുവുനായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ശല്യത്തെക്കുറിച്ച് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരേ നിലപാടായിരുന്നു. ഇതിന് അടിയന്തര നടപടി വേണമെന്ന് കൌൺസിൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. നഗരസഭയുടെ വാഹന പാർക്കിംഗ് കേന്ദ്രങ്ങളിലും കംഫർട്ട് സ്റ്റേഷനുകളിലും അമിത ചാർജ് ഈടാക്കുന്നുവെന്ന് പരാതി ഉയർന്നു. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന്റെ സർവേ പൂർത്തീകരിച്ച് കയ്യേറ്റങ്ങൾ തിരിച്ചുപിടിക്കണമെന്ന് ജലീൽ പണിക്ക് വീട്ടിൽ ആവശ്യപ്പെട്ടു. നഗരസഭാ പരിധിയിലെ കുട്ടികളുടെ പാർക്കിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യം ഉയർന്നു. കഴിഞ്ഞ കൌൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് ലഭിച്ചില്ലെന്നും കൌൺസിലർമാർക്കുള്ള ലെറ്റർ പാഡ് ലഭിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് പരാതിപ്പെട്ടു.